അജ്ഞാത എന്തൊരു ചെയ്ത്താണ് ചെയ്യുന്നത്. അജ്ഞാതൻ ലോകത്ത് പല ഭാഗത്തും ഓടി നടന്ന് ഇന്ത്യയുടെ ശത്രുക്കളെ കൊല്ലുന്നുണ്ട്. മിനിഞ്ഞാന്നാണ് അബൂ സൈഫുള്ള എന്ന് പറയുന്ന ഭീകരനെ അജ്ഞാതർ ബൈക്കിൽ വന്ന് വെടിവെച്ചു വന്നത്. ഇന്നലെ അമീർ ഹംസ ലഷ്കർ ഇ തോയ്ബയുടെ സഹസ്ഥാപകനാണ്, അവരുടെ ബുദ്ധി കേന്ദ്രമാണ്, പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഇയാൾ അത്യാസന്ന നിലയിൽ ലാഹോർ മിലിറ്ററി ആശുപത്രിയിലാണ്. ചിത്രങ്ങൾ കണ്ടപ്പോൾ ആരും പറഞ്ഞതല്ല, ചിത്രം അതിൻ്റെ ഫോട്ടോസ് ചെയ്യാൻ, ഫോട്ടോസും വീഡിയോയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അരക്കെട്ടിൽ നിന്ന് മുകളിലേക്ക് രക്തം പുരണ്ട ചിത്രമാണ്. അരക്കെട്ടിൻ്റെ ഭാഗത്ത് അങ്ങനൊരു ചിത്രമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത്, എന്നോട് ഒരാൾ ചിത്രത്തിന് താഴെ ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ട് ആൾ കമൻ്റ് ഇട്ടു, ഇത്തവണ അജ്ഞാതൻ പണി കൊടുത്തത് സ്വർഗത്തിൽ പോയാൽ പ്രയോജനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ജനനേന്ദ്രിയം ഛേദിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതും അജ്ഞാതനാണ്. പക്ഷേ LET ലഷ്കർ ഇ തോയ്ബ പറയുന്നത് അദ്ദേഹത്തിന് ഒരു അപകടം പറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപകടം പറ്റി, ഇൻഷുവേറ്റ് ആക്സിഡൻറ്റ് പറ്റി, എല്ലാവരും ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ ഇരിക്കണം, നമ്മുടെ നേതാവ് സുബർക്കത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്, പക്ഷേ പോയിട്ട് കാര്യമില്ല മിക്കവാറും എന്നും പറയുന്നുണ്ട്. അജ്ഞാതൻ ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? ആരാണ് ഈ അമീർ ഹംസ എന്ന 66-കാരൻ? ഈ അമീർ ഹംസ ഇപ്പോൾ ആശുപത്രിയിൽ, പട്ടാള ആശുപത്രിയാണ്, ISI കാവലും അല്ല, ഞാൻ ആലോചിക്കുന്നത് ഭീകരവാദിയാണ്. ഐക്യരാഷ്ട്രസഭ, അമേരിക്ക ഒക്കെ തലയ്ക്ക് വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊരു പരിക്ക് പറ്റിയാൽ ചികിത്സിക്കുന്നത് പാകിസ്ഥാൻ്റെ പട്ടാള ആശുപത്രിയിലാണ്. പ്രത്യേക അത് എന്ന് പറഞ്ഞാൽ വീണ്ടും അജ്ഞാതൻ കയറി പണിയാൻ പാടില്ല, പട്ടാളത്തിൻ്റെ കാവല് വേണം. പിന്നെ നമ്മുടെ മിസൈലൊക്കെ ചെല്ലേണ്ടി വരും. അപ്പോൾ ഇയാൾ അപകടം പറ്റിയെന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. വീടിൻ്റെ അകത്തൊരു അപകടം പറ്റിയാൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അവരുടെ പ്രശ്നമാണ്, അവർ അപകടം പറ്റിയതാന്ന് പറയുന്നുണ്ട്, വീട്ടിലാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ അജ്ഞാതൻ പലരെ ശരിയാക്കിയിട്ടുള്ളത്. വീടൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, വീട് എവിടെയാണെന്നൊക്കെ അറിയുകയും ചെയ്യാൻ നീക്കങ്ങളും ഒക്കെ അറിയാം. അബൂ സൈഫുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇയാള് അവരുടെ സൈദ്ധാന്തികനും അവരുടെ പത്രപ്രവർത്തകനും ഒക്കെയാണ്. അപ്പോൾ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. അല്ല, അത് സാർ, അത് പറയുന്നതിന് മുമ്പ് എനിക്ക് പിന്നെ ഒരു സംശയം. ഈ അജ്ഞാതൻ ഇങ്ങനെ ചെയ്യാമോ? അജ്ഞാതൻ വേണമെങ്കിൽ കൊന്നൂടെ? അത് മുറിച്ചു കളയേണ്ട കാര്യമുണ്ടോ? അതെനിക്ക് അതിനെപ്പറ്റി അത്ര ശരിയായിട്ട് അറിഞ്ഞുകൂടാ, ഏത് ഭാഗമൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി. കാരണം ആള് ചത്തിട്ടില്ല. അജ്ഞാതനാണ് കൊല്ലൂലേ? അത് ശരിയാണ്. സാധാരണഗതിയിൽ ആ പോയിന്റ് ബ്ലാങ്കിൽ വരുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആണെങ്കിലും മറ്റേതും ആണെങ്കിലും തീർക്കുകയാണ് ചെയ്യുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവരൊക്കെ ഈ ആളുകളെ കൊല്ലുകയും ഷഹീദാവുകയും ഒക്കെ ചെയ്യുന്നത് മരണാനന്തരം ലഭിക്കുന്ന ഒരു ലോകത്തിൽ, യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് കൊല്ലപ്പെടാനും കൊല്ലാനും മടിയില്ല നടക്കുന്നത്. മധ്യ പുഴ 72 ഹൂറിമാരൊക്കെ കിട്ടുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയുണ്ട്. അത് കിട്ടിയിട്ടും കാര്യമില്ലെന്നുള്ള അവസ്ഥ വരുമ്പോൾ പിന്നെ ജീവിതത്തിനോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും. അതുകൊണ്ടായിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഇയാൾ അതിനെപ്പറ്റിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കാഫില ദവാത്ത് ഓർ ഷഹദാത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇയാൾ എഴുതിയിട്ടുണ്ട് 2002. ഉദ്ബോധനവും രക്തസാക്ഷിത്വവും എന്നാണ് അതിൻ്റെ. ഉദ്ബോധനത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും യാത്ര എന്നാണ് ഈ ശീർഷകത്തിൻ്റെ മലയാളം. അപ്പോൾ ഇയാൾ എല്ലാവരും ഈ ശുഹദാക്കളാകണം എന്നാണല്ലോ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുള്ള ഉദ്ബോധനമാണിത്. നമ്മൾ ജിഹാദ് നടത്തണം, നമ്മൾ രക്തസാക്ഷികളാകണം. അപ്പോൾ ഈ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു കൊടുത്തായിരിക്കും ചിലപ്പോൾ അജ്ഞാതൻ. ഇങ്ങനെയാണ്, എടാ മോനെ, നീ ഹൂറിയുടെ അടുത്തൊന്നും പോവില്ല, ഒരു കാര്യമില്ല, എക്യുപ്മെന്റ് പോയി. അതെ, സൈദ്ധാന്തികനാണ്. അപ്പോൾ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകം വായിച്ചിട്ടാണല്ലോ, ഈ പുസ്തകമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ലഷ്കർ ഇ തോയ്ബയുടെ ക്യാമ്പിലൊക്കെ. ഇങ്ങനെയാണ് ഈ മസ്തിഷ്ക പ്രക്ഷാളനം. എന്നിടയ്ക്ക് വേറൊരാളിനോട് പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ സൈന്യം ചെയ്ത ചതി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂരാണേ. ഓപ്പറേഷൻ സിന്ദൂറിന് പണി കൊടുത്തത്, അതിനെ നയിച്ചത് സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ് കൂടെ ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകളാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞാൽ അവിടെ വെടിയേറ്റ് എത്തവർക്കും
സ്വർഗം കിട്ടത്തില്ല? അത് കിട്ടില്ല, കിട്ടുകയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്ത്രീകൾ കൊലപ്പെടുത്തിയതാണെങ്കിൽ സ്ത്രീകളാണ് ഹൂറികൾ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല, മറ്റേ പായ എടുത്ത് പുറത്തിടും. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ അടികൂടെയാണ് ഇന്ത്യ കൊടുത്തത്. അതെ അതെ അതെ. അപ്പോൾ അബു സൈഫുള്ള 3 ദിവസം മുമ്പ് വെടിയായിരുന്നു. ഈ ഹംസ 17 സഹസ്ഥാപകരാണ്, 17 പേര് ചേർന്നാണ് സ്ഥാപിച്ചത് LET. അതിൽ 17 പേരിൽ ഒരാളാണ് ഈ ഹംസ. അപ്പോൾ ഈ സ്ഥാപകർ ഓരോന്നായിട്ടാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റസാവുള്ള നിസാമണി എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ ദിവസം അബു സൈഫുള്ള ഒരാളാണ്. അയാളും സർക്കാർ കാവലുണ്ടായിരുന്ന സ്ഥലത്താണ് അയാൾ കൊല്ലപ്പെട്ടത്, അജ്ഞാതർ വന്ന് ശരിപ്പെടുത്തിയത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അയാളാണ് ഈ RSS കേന്ദ്രം അല്ലേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, റാംപൂരിലെ CRPF ക്യാമ്പ് ഒക്കെ ആക്രമിക്കുന്നതിന് സൂത്രധാരിത്വം വഹിച്ചത്. അവരുടെയൊക്കെ സൈദ്ധാന്തികനാണ് ഈ അമീർ ഹംസ, ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇയാൾ അഫ്ഗാൻ മുജാഹിദ്ദീൻ അവരുടെയും ഒക്കെ ഈ എങ്ങനെയാണ് ജിഹാദ് നടത്തേണ്ടതെന്നൊക്കെ പഠിപ്പിച്ച ഒരാളാണ്. അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് 2000-ലൊക്കെ ഇന്ത്യയിലുണ്ട്, അത് ഇന്ത്യയിലുണ്ടായിരുന്നു, ഇന്ത്യയിലും ഉണ്ടായിരുന്നു. 2005-ലാണ് ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സ്ഫോടനം നടത്തിയത്. അതെ. അപ്പോൾ ഈ 2018 പാകിസ്ഥാനിൽ അമേരിക്കയൊക്കെ പറഞ്ഞിട്ട് IMF വായ്പ തരണം എന്നുണ്ടെങ്കിൽ ഭീകരപ്രവർത്തകരെയൊക്കെ അമർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ക്രാക്ക് ഡൗൺ 2018 നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവർ ജമാഅത്ത് ഉദ്ദവ എന്നൊക്കെ ജീവകാരുണ്യ സ്ഥാപനങ്ങളായിട്ട് ലഷ്കർ-എ തയ്യബയുടെ പേരൊക്കെ മാറ്റിയത്. ജമാഅത്ത് ഉദ്ദവ, ഫല ഇ ഇൻസാനിയാത്ത് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ആ സമയത്ത് ഹംസ ഇതിൽ നിന്ന് മാറിയതായിട്ട് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ലഷ്കർ-എ തയ്യബയിൽ നിന്ന് മാറിയിട്ട് ജയ്ഷെ മങ്കാഫ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കി ഇയാൾ. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ ജമ്മു കശ്മീരിലെ ആക്രമണങ്ങൾക്കൊക്കെ ഇയാൾ കുറച്ചുകൂടി മൂർച്ച കൂട്ടി. പക്ഷെ പിന്നീട് അത് ലഷ്കർ-ഇ തയ്യബ തന്നെയാണെന്ന് വ്യക്തമായി. അത് വേറെ പേരിൽ ഇയാൾ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാനാകാത്ത വണ്ണം ഇപ്പോൾ പക്ഷേ അതിൽ ഒരു സൂചന, അജ്ഞാതൻ്റെ മോഡസ് ഓപ്പറാൻഡി മാറ്റി. നേരത്തെ പോയിന്റ് ബ്ലാക്കിൽ തട്ടുക എന്നാണ്, പക്ഷേ ഇനി ജീവിതകാലം മുഴുവൻ എൻ്റെ ജീവിതം പാഴായിപ്പോയല്ലോ എന്നോർത്ത് ഈ ഭീകരൻ നിലവിളിക്കുന്നൊരവസ്ഥയിലേക്ക് മാറി. അതായത് ഈ ആക്രമിക്കാൻ പോകുന്ന അണിക്ക് ഒരു നിയമം, സൈദ്ധാന്തികന് വേറെ നിയമം. അങ്ങനെയാണ്. സൈദ്ധാന്തികനായതുകൊണ്ടായിരിക്കും ഇത് മുറിച്ചു കളഞ്ഞത്. അതാണ്. അയാൾ ഇനി വേറൊരു പുസ്തകം എഴുതണമല്ലോ. ഈ നേരത്തെ എഴുതിയ പുസ്തകം മാറ്റിയിട്ട് കാഫില ദവാത്തോർ ഷഹദാത്ത് അതിൻ്റെ 2ാം ഭാഗം എഴുതണമല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. ഇങ്ങനെ നമുക്ക് ശുഹദാവായാലും ഹൂറിയെ കിട്ടില്ല, ഇതാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ട് ആത്മകഥ എഴുതാനുള്ള ജീവിതം ബാക്കി വേണ്ടേ. അതെ അതെ. ഏതായാലും അജ്ഞാതൻ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലെ വെടിവെച്ചകൾ നിലച്ചതിന് ശേഷം അജ്ഞാതൻ വീണ്ടും പാകിസ്ഥാനിൽ വളരെ സജീവമായിരിക്കുന്നു. അജ്ഞാതൻ തലയ്ക്ക് വെടിവെച്ച് മാത്രമല്ല കൊല്ലുക, വേറെ ചിലത് ചെയ്തും അജ്ഞാതൻ കൊല്ലാതെ കൊല്ലും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും അപകടം പറ്റി ലഷ്കർ-ഇ തയ്യബയുടെ സഹസ്ഥാപകൻ അമീർ ഹംസ 66-കാരൻ ലാഹോറിലെ മിലിറ്ററി ആശുപത്രിയിലുണ്ട്. അദ്ദേഹം ആരെയോ കാത്ത് കിടപ്പുണ്ട്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.